നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മസാല ദോസ ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് നന്നായിട്ട് കഴുകിയിട്ട് 2 പീസായി കട്ട് ചെയ്തിട്ട് ഒരു 3 വിസിൽ കുക്കറിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. പാനിലേക്ക് ഞാൻ 3 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇതിനെ ഒന്ന് ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. 1 ഇഞ്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഉള്ളീനെ ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളി ഒട്ടും കളറ് മാറരുത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി വാടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഒരു 2 മിനിറ്റ് മഞ്ഞൾപ്പൊടീനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിനെ ഇതുപോലെ റഫായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പതുക്കനൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോസ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഉഴുന്നും പരിപ്പിനെയും കടലപ്പരിപ്പിനെയും ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. പിന്നെ ഉള്ളീനെ വാട്ടി എടുക്കാനേ പാടുള്ളൂ, കളർ മാറരുത്. ഉരുളക്കിഴങ്ങിനെ നമ്മൾ റഫായിട്ട് വേണം പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ, പേസ്റ്റ് പോലെ പൊടിക്കരുത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോസ ഫില്ലിംഗ് നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്